ഹായ് ഫ്രണ്ട്സ്, ഇത് നാടൻ അത്തിയാണ്. തണ്ടിനോട് ചേർന്ന് കൂട്ടമായി പിടിക്കുന്ന കായ്കളാണ് ഇവയ്ക്കുള്ളത്. ഒറ്റ ഇലകളാണ് ഇതിന്. ഇലകൾ തെങ്ങി നിൽക്കുന്നത് കൊണ്ട് ആളൊരു തണൽ മരവുമാണ്. ഇതിൻ്റെ പച്ചക്കായ്കൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ചറ കളഞ്ഞ് പണ്ടുള്ളവർ തോരൻ വയ്ക്കുമായിരുന്നു. നാടൻ അത്തിയാണ് മരുന്നുണ്ടാക്കാനായി കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വേര്, ഇല, കായ് എല്ലാം മരുന്നിനായി ഉപയോഗിക്കും. എപ്പോഴും കായ്ഫലം നൽകുന്ന മരമാണ് അത്തി. അതിൻ്റെ പൂക്കൾ കായ്ക്കുള്ളിലാണ്. പരാഗണം കായ്ക്കുള്ളിലാണ് നടക്കുന്നതെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇപ്പോൾ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്ന അത്തിപ്പഴത്തിൻ്റെ ഇലകൾ 3ആയി വെട്ടുള്ളതാണ്. ഉണങ്ങിയ അത്തിപ്പഴമാണ് നമ്മൾ ഭക്ഷണത്തിൽ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. അത്തിപ്പഴത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. മലബന്ധം മാറാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും വിളർച്ച മാറാനും ഇതിൻ്റെ ഉപയോഗം നമ്മൾക്ക് സഹായകമാണ്. കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയെ കുറയ്ക്കുന്നു. തുടർച്ചയായി ഉപയോഗിച്ചാൽ ഓർമ്മശക്തി വർദ്ധിക്കും. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അൾസർ എന്ന രോഗത്തിനും വളരെ ആശ്വാസം കിട്ടും ഇതിൻ്റെ തുടർച്ചയായുള്ള ഉപയോഗം. പാലൊഴിച്ച് കുതിർത്ത് വെച്ച ശേഷം അത് അരച്ച് പാലിൽ തന്നെ ചേർത്തിളക്കി ഉപയോഗിക്കാവുന്നതാണ്. നാടൻ അത്തിയുടെ കായ്കൾ പഴുത്ത് വീഴുന്നതാണിത്. അത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. എൻ്റെ ജോലി സ്ഥലത്തുള്ള മരമാണിത്. ഞാനിതിൻ്റെ കായ്കൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.